തങ്ങൾ അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സതീശൻ സർക്കാർ ധവളപത്രം പുറത്തിറക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന്റെ വരുമാന ചെലവ് കണക്കുകൾ, വരുമാന ചോർച്ച, നികുതി പിരിവിലെ വീഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിച്ച ഫണ്ടുകളുടെ വിനിയോഗം, ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സർക്കാരോ ഔദ്യോഗിക സ്ഥാപനമോ ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ പുറത്തിറക്കുന്ന ഔദ്യോഗിക വിശദീകരണ രേഖയാണ് ധവളപത്രം എന്നറിയപ്പെടുന്നത്. പൊതുജനങ്ങളെ ഒരു വിഷയം കൃത്യമായി ധരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും കണക്കുകളും വ്യക്തമാക്കാനും ഇനി വരാനിരിക്കുന്ന നയരൂപീകരണങ്ങൾ വിശദീകരിക്കാനുമാണ് സാധാരണയായി ധവളപത്രം ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങളെയും നിയമസഭയെയും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ വലിയൊരു പദ്ധതിയെക്കുറിച്ചോ ഉള്ള യഥാർത്ഥ വിവരങ്ങളും കണക്കുകളും ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങളെയോ അല്ലെങ്കിൽ നയങ്ങളെയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇതിലുണ്ടാകും. ഒരു നയം നടപ്പിലാക്കുന്നതിന് മുൻപ് അതിന്മേൽ പൊതുജനങ്ങൾക്കും വിദഗ്ധർക്കും ഇടയിൽ ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ധവളപത്രം വഴിയൊരുക്കുന്നു. സംസ്ഥാനത്തിന് സ്വന്തം നിലയിൽ ലഭിക്കുന്ന നികുതി വരുമാനം ധവളപത്രത്തിലുണ്ടാകും. GST, മദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി, ലോട്ടറി, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും. ഫീസുകൾ, പിഴകൾ മുതലായ വരുമാനങ്ങളും കേന്ദ്ര നികുതികളുടെ വിഹിതമായി സംസ്ഥാനത്തിന് ലഭിക്കുന്ന തുകയും വിവിധ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്കായി ലഭിക്കുന്ന ഗ്രാന്റുകളുടെ വിവരങ്ങളും എല്ലാം ഇതിലുണ്ടാകും. കേരളത്തിൽ ആദ്യമായിട്ടല്ല സംസ്ഥാന സർക്കാർ ധവളപത്രം ഇറക്കുന്നത്. ഇതിനു മുൻപ് 4 സർക്കാരുകൾ സാമ്പത്തിക ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സാധാരണയായി പുതിയൊരു സർക്കാർ അധികാരം ഏൽക്കുമ്പോഴാണ് മുൻ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വിലയിരുത്താൻ വേണ്ടി ധവളപത്രങ്ങൾ പുറത്തിറക്കാറുള്ളത്. 1987-ലാണ് കേരളത്തിൽ ആദ്യമായി ധവളപത്രം ഇറക്കുന്നത്. EK നായനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ധനമന്ത്രി വിശ്വനാഥ മേനോനാണ് ധവളപത്രം സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ആകെ K കരുണാകരൻ സർക്കാർ തകർത്തെന്ന് ആരോപിച്ചായിരുന്നു ആ ധവളപത്രം. 2001-ൽ AK ആന്റണി സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നത്തെ ധനമന്ത്രി K ശങ്കരനാരായണനും വൈറ്റ് പേപ്പർ അഥവാ ധവളപത്രം പുറത്തിറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ആന്റണി സർക്കാർ ആ ധവളപത്രം ഉപയോഗിച്ചു. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെ 32 ദിവസം നീണ്ട സർക്കാർ ജീവനക്കാരുടെ വലിയ പ്രക്ഷോഭത്തിന് കാരണമായതും ആ ധവളപത്രമായിരുന്നു. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റപ്പോഴും ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. ധനമന്ത്രി KM മാണിയാണ് ധവളപത്രം അവതരിപ്പിച്ചത്. 2016-ൽ 1-ാം പിണറായി സർക്കാരും ധവളപത്രം ഇറക്കി. തോമസ് ഐസക്കാണ് അന്ന് ധവളപത്രം അവതരിപ്പിച്ചത്. ഇന്നിപ്പോൾ VD സതീശൻ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിന്റെ 5-ാം ധവളപത്രമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ധവളപത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഔദ്യോഗിക രേഖകൾ ബൈൻഡ് ചെയ്യാൻ നീല കവറാണ് അന്ന് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ താരതമ്യേന കുറഞ്ഞ പേജുകളുള്ള ഇത്തരം റിപ്പോർട്ടുകൾക്ക് വെളുത്ത നിറമുള്ള കവറാണ് നൽകിയിരുന്നത്. അങ്ങനെയാണ് ഇതിന് ധവളപത്രം എന്ന പേര് വരുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖയാണ്. ഒരാൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്നും നൽകുന്ന ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ട് പോലെയാണ് എന്നും പറയാം. അയാളുടെ നിലവിലെ ആരോഗ്യ അവസ്ഥ, ആരോഗ്യം നിലനിർത്താനുള്ള അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആരോഗ്യം കൂടുതൽ മോശമാകാതെ ഇരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എല്ലാം അതിലുണ്ടാകും. അതുപോലെ സാമ്പത്തികമായ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ധവളപത്രത്തിൽ ഉണ്ടാവുക.